മൂന്നാമതും നയിക്കാൻ പിണറായി വിജയൻ, പ്രചാരണം പിണറായി വിജയൻ നയിക്കുമെന്നുള്ള തീരുമാനം PB കൈക്കൊണ്ടിരിക്കുന്നു എന്ന രാഷ്ട്രീയ വാർത്തയാണ് നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നത്. സായ് കുമാർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. സായി, മൂന്നാമതും, അതായത് മൂന്നാം ഊഴത്തിന് കണ്ണും നട്ടിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും എല്ലാ സംവിധാനങ്ങളെയും അതിനുവേണ്ടി ഏകോപിപ്പിക്കാനുള്ള ചുമതല പിണറായി വിജയനിൽ പോളിറ്റ് ബ്യൂറോ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. തീർച്ചയായും മാധു, അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. മൂന്നാം വട്ടവും ഈ മൂന്നാം തുടർഭരണം നേടിയ സ്വപ്ന നേട്ടത്തിലേക്ക് പോകാനൊരുങ്ങുന്ന കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ നയിക്കും എന്നാണ് ഇപ്പോൾ PB യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി MA ബേബി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 4-5 ദിവസത്തിനുള്ളിൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ പിണറായി വിജയൻ തന്നെ ആയിരിക്കും മുന്നിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തെ നയിക്കുക എന്ന് MA ബേബി തന്നെ പറയുകയും ചെയ്തു. പിണറായി വിജയൻ കഴിഞ്ഞ 2 ടേമിലും നമുക്കറിയാം മുഖ്യമന്ത്രിയായി ഈ സംസ്ഥാനത്തിനെ LDF നയിച്ച പിണറായി വിജയനെ മുൻനിർത്തി തന്നെയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഇളവ് 3 ടേം എന്നുള്ള ഇളവ് മാറ്റിക്കൊടുത്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ, മത്സരിക്കുന്നുണ്ടോ എന്ന കാര്യമൊക്കെ ഉടൻ തന്നെ അറിയാം എന്ന് MA ബേബി പറയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും പ്രസക്തിയില്ല. പിണറായി വിജയൻ തന്നെയായിരിക്കും ഇടതുപക്ഷത്തെ LDFനെ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കുക എന്ന് ജനറൽ സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെയും അദ്ദേഹം അത് കൃത്യമായി തന്നെ സൂചന നൽകിയിരുന്നു. പിണറായിയെ മുന്നിൽ തന്നെയായിരിക്കും ഇത് പ്രചാരണങ്ങൾ നയിക്കുക, പിണറായി നേതൃത്വത്തിൽ തന്നെയായിരിക്കും പിണറായി വിജയനാണ് നേതൃത്വം നൽകുക എന്ന തീരുമാനം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പോളിറ്റ് ബ്യൂറോ, നിർണായകമായ പോളിറ്റ് ബ്യൂറോ ഇലക്ഷന് തൊട്ട് മുൻപ് ചേരുന്നു. അവിടെ നിന്ന് സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുന്നു. കേരളം വലിയ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയിരുന്ന ഒരു വാർത്തയാണ് എന്തു തീരുമാനം പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളത്. പിണറായി വിജയൻ മൂന്നാമതും നയിക്കും, ക്യാപ്റ്റൻ പിണറായി തന്നെ എന്ന തീരുമാനം പോളിറ്റ് ബ്യൂറോ കൈക്കൊണ്ടിരിക്കുന്നു. പ്രചാരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം, മേധാവിത്വം, നയിക്കാനുള്ള നേതൃത്വം എല്ലാം അദ്ദേഹത്തിന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. പിണറായി വിജയൻ നയിക്കുമെന്ന് PB വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. TV പ്രസാദ് കൂടി തത്സമയം നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രസാദ്, മത്സരിക്കുമോ എന്നത് വ്യക്തമാക്കിയിട്ടില്ല. ജില്ലാ കമ്മിറ്റി നൽകിയ പട്ടികയിൽ ധർമ്മടത്ത് നിന്ന് പിണറായി വിജയൻ തന്നെയാണ്. മത്സരിക്കുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ മൂന്നാം ഊഴത്തിനിറങ്ങുന്ന പാർട്ടിയെ അതിന്റെ അമരക്കാരനായി നിന്ന് നയിക്കുക പിണറായി വിജയൻ തന്നെയായിരിക്കും. ഉറപ്പായും അത് പിണറായി വിജയനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അത് മുന്നിൽ കാണാൻ LDFനോ CPIMനോ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം രണ്ടാമത് ഭരണത്തിൽ ഏറിയത് അത് പിണറായി വിജയന്റെ ചുമലിലാണ്, പിണറായി വിജയന്റെ തണലിലാണ് എന്ന് CPIMന് നന്നായിട്ടറിയാം. നിലവിൽ CPIM രാജ്യത്ത് ആകെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഏക സർക്കാരുള്ള സ്ഥലം അത് കേരളം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കേരളത്തിൽ തുടർഭരണം കിട്ടുന്നില്ല എങ്കിൽ, മൂന്നാമത്തെ തവണ അധികാരത്തിൽ വരുന്നില്ല എങ്കിൽ രാജ്യത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരൊറ്റ സർക്കാരും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും വ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മൂന്നാം പിണറായി സർക്കാർ ലോഡിംഗ് എന്ന ടാഗ് ലൈൻ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ എമ്പാടും ഇടതുപക്ഷ സഹയാത്രികരെല്ലാം ഇട്ടുകൊണ്ടിരുന്നത്. ഇടതുപക്ഷം എന്തായാലും അധികാരത്തിൽ വരും എന്നായിരുന്നു MV ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ ഭരണം തേടിയുള്ള യാത്ര എന്ന് പോളിറ്റ് ബ്യൂറോയും കൂടി സ്ഥിരീകരിക്കുമ്പോൾ ഉറപ്പാവുകയാണ് ഒരു തവണ കൂടി അവിടെ കണ്ണൂരിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു, ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിക്കാൻ തയ്യാറാകുന്നു എന്ന സൂചന കൂടിയുണ്ട്. ഉറപ്പായും CPIMനെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിനെ നയിക്കുക എന്നുള്ളത് സ്വാഭാവികമായി അത് സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ടുള്ള നയിക്കൽ തന്നെയായിരിക്കും. മൂന്നാമതൊരു തവണ കൂടി അധികാരത്തിൽ വരികയാണെങ്കിൽ മൂന്നാമത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്ന സൂചന തന്നെ LDF നൽകുന്നു എന്നുള്ളതാണ്. ഇനി അതല്ല, മൂന്നാമത്തെ തവണ ജയിക്കാൻ പറ്റാതെ പരാജയപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരുമോ എന്നുള്ളത് പിന്നീടുള്ള ചോദ്യമാണ് എന്നുള്ളത് ഈ സമയത്ത് പ്രസക്തമാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പിണറായി വിജയൻ നയിക്കും എന്നത് തന്നെയാണ്. കേരളത്തിലെ CPIMനെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച് ഇന്ന് മുന്നിൽ നിർത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, ഒരു ലീഡർ, അത് പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ ഒരു സംശയവുമില്ലാതെ തന്നെ PB മുന്നോട്ട് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധു.
പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന്റെ എല്ലാ ചുമതലകളും സർവ്വ സൈന്യാധിപൻ എന്ന വിശേഷണം ഈ ഘട്ടത്തിലാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ആ മുഴുവൻ ചുമതലകളും മുന്നിൽ നിന്ന് നയിക്കാൻ പിണറായി വിജയനിൽ നിക്ഷിപ്തമാക്കിയിരിക്കുകയാണ് പാർട്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10-25 വയസ്സിൽ നിയമസഭയിലേക്ക് എത്തിയ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരും ആവേശവും ഇപ്പോഴും സൂക്ഷിക്കുന്ന പിണറായി വിജയനെ തന്നെയാണ് അടുത്ത മൂന്നാം ഊഴത്തിന് അംഗത്തിനിറങ്ങുമ്പോഴും അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പാർട്ടി ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. പിണറായി വിജയൻ നോക്കൂ, ആ പേര് അത് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ രണ്ടു തരത്തിലാണ് അടയാളപ്പെടുത്തുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാകും, പിണറായിലാണ് പാർട്ടി ആദ്യത്തെ കൊടിക്കൂറ ഉയർത്തിവെക്കുന്നത്. 6 വർഷക്കാലത്തിന് ശേഷമാണ് പിണറായി വിജയൻ ജനിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പിണറായി എന്ന് പറഞ്ഞാൽ സമകാലിക രാഷ്ട്രീയത്തിൽ ഒരൊറ്റ സ്ഥലം എന്നുള്ളതല്ല, പിണറായി വിജയൻ എന്ന് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ആ പിണറായി വിജയനെയാണ് പാർട്ടിയുടെ കൊടി വീണ്ടും വീണ്ടും ഏറ്റാൻ പാർട്ടി തിരഞ്ഞെടുക്കുന്നത്. ഓരോ ഘട്ടത്തിലും ഈ ഘട്ടത്തിലും മൂന്നാം ഊഴം ലക്ഷ്യമിടുമ്പോഴും എന്നുള്ളത് ചരിത്രമാണ്. ആ ചരിത്രത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ഇന്ന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വരുന്ന തീരുമാനം എന്ന് പറയുന്നത്. No point of time CPIM or the LDF used to declare our chief ministerial candidate. You see, we have declared that who would lead the election campaign in the coming elections in Kerala. That is the present chief minister and Politburo member from the Pinarayi Vijayan will be leading our campaign. As and when we get the majority, we will meet and we will take a call. We will take a decision over there. This is how we always decide. കെ സജീഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സജീഷ്, ഇന്ന് നിർണായകമായ ഒരു പോളിറ്റ് ബ്യൂറോ യോഗം ചേരുമ്പോൾ അവിടെ നിന്ന് വരുന്ന തീരുമാനം അത് എന്തായാലും പിണറായി വിജയനാണോ നയിക്കുക അതോ മറ്റൊരാളോ എന്ന ചില ചോദ്യങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. എന്തായാലും അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പിണറായി വിജയൻ എന്നൊരൊറ്റ പേര് പാർട്ടി മുന്നോട്ട് വെക്കുമ്പോൾ സർവ്വസജ്ജമാണ് എന്നുള്ള തുറന്ന പ്രഖ്യാപനം കൂടി, അതായത് തിരഞ്ഞെടുപ്പ് യുദ്ധത്തിന്റെ കാഹളം എന്ന നിലയ്ക്കാണ് പാർട്ടി അതിനെ നെഞ്ചേറ്റുക. മാധു, തീർച്ചയായിട്ടും LDFന് ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പിണറായിയോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് ഇല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുകയാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോ യോഗം. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി MA ബേബി നടത്തിയ വാർത്താ സമ്മേളനത്തിലും അത് വ്യക്തവുമാണ്. കാരണം നമുക്കറിയാം, പിണറായിയോളം തലപ്പൊക്കമുള്ള അല്ലെങ്കിൽ പിണറായിയോളം ജനകീയനായ ഒരു നേതാവ് CPMലോ LDFലോ ഇപ്പോഴില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പും മൂന്നാമത്തെ അതായത് മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി പരിശ്രമിക്കുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പ് നയിക്കാൻ മുഖ്യമന്ത്രിയെ പോലെ മറ്റൊരാളില്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ തന്നെ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നയിക്കും. അദ്ദേഹം മത്സരരംഗത്തേക്ക് എത്തുന്നു എന്നും നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഉറപ്പിച്ച് പറയാം. കാരണം അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹവും മത്സരരംഗത്തുണ്ടാകും എന്ന് വരികൾക്കിടയിലൂടെ പറയുകയാണ് MA ബേബി. അത് ധർമ്മടത്താകുമോ വേറെ എവിടെയെങ്കിലും ആകുമോ എന്ന് 4-5 ദിവസത്തിനുള്ളിൽ നമുക്കറിയാൻ കഴിയും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് 1 ശേഷമുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. ഏതായാലും പിണറായി വിജയൻ LDFന് നയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. CPMനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം പിണറായിയെ തന്നെ മുന്നിൽ നിർത്തി നയിക്കുന്നതായിരിക്കും തുടർഭരണത്തിലുള്ള എല്ലാ സാധ്യതയും ഒരുക്കുക എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി തന്നെ അതിന്റെ ചെങ്കോൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം ഒഴിയുമെന്ന പാർട്ടിക്കുള്ളിലും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള മറ്റു മുഖങ്ങളെ CPM മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നയിക്കുവാൻ നോക്കുന്നു എന്ന പ്രചാരണങ്ങളും വാർത്തകളും വന്നിരുന്നു. പക്ഷേ അതെല്ലാം പാടെ തള്ളിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലും LDFനെ പിണറായി നയിക്കും. അദ്ദേഹത്തോളം അതിന് ചേരുന്ന ആൾ വേറെ ഇല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം CPM തീരുമാനിച്ചു കഴിഞ്ഞു. ശരി.